ആഭരണങ്ങൾ എന്നും അഴകിൻ്റെ അലങ്കാരങ്ങളാണ്. അത് സ്വർണ്ണാഭരണങ്ങളാവുമ്പോൾ അതിന് അല്പം കൂടി മാറ്റുകൂടും. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രമുഖ ബ്രാൻഡായ ഭീമയുടെ കൊച്ചിയിലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉള്ള ഗോൾഡ് സൂക്കിലെ ഭീമ ജ്വല്ലറിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഭീമയുടെ ഗോൾഡ് സൂക്കിലുള്ള ആൻറ്റിക് കളക്ഷൻ സെക്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ആൻറ്റിക് കളക്ഷൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ നമ്മുടെ പപ്പൻ ചേട്ടൻ കൂടി ഉണ്ട്. ഇനി ഇത് ആൻറ്റിക് കളക്ഷൻസ് തന്നെ. ഓക്കെ, ഇതിന് ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു മോഡല് വ്യത്യാസം ഉണ്ടെന്ന് അല്ലേ? ഇതൊക്കെ ഹാഫ് ജിമിക്കയുടെ ഒരു സ്റ്റൈലിൽ നടുവില് ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഫുൾ മജന്ത, അതുപോലെ തന്നെ ചെറിയ പേൾസും അല്ലേ, കൊച്ചു കൊച്ചു പേൾസ്. ഹാഫ് ജിമിക്കയുടെ ഫുൾ മാത്രമായിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് ഏകദേശം എത്ര വരും? ഇതൊരു 8 പവൻ 7-8 പവൻ റേഞ്ചിലുള്ള നെക്ലസ് വരും. കളർഫുൾ ആയിട്ടുള്ള വൈറ്റും പേളിന്റെയും ഒരു മജന്തയും കോമ്പിനേഷൻ വരുമ്പോൾ ശരിക്കും നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് അല്ലേ? നേരത്തെ കണ്ട അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, ഒരു ആന്റിക് ഫീൽ കൂടുതൽ വരുന്നുണ്ട് അല്ലേ? ഇത് ഇയറിംഗ്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? ഇത് വരുന്നത് കുറച്ച് സ്റ്റോൺസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് അല്ലേ? റൂബിയുടെ ബീഡ്സ്, റൂബിയും അതുപോലെ തന്നെ പേളും. ഇത് വരുന്ന അല്ലേ? ഡയമണ്ട് ഫീൽ വന്നിട്ട് ഗ്രീനും സ്റ്റോണിൽ കാർവ് ചെയ്തിരിക്കുന്നതാണ്. കാർവിംഗ് സ്റ്റോണിൽ ആ ഒരു സ്റ്റോണിലാണ് ആ ഒരു ഡിസൈൻ കാർവ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ? സെൻട്രൽ പോർഷനിലൊരു റെഡ് അല്ലേ? റെഡ് കളർ അല്ലേ? ഇതിൻ്റെ തന്നെ ഇയറിംഗ്സും വന്നിരിക്കുന്നത് അല്ലേ? ഇത് ഗോൾഡ് കുറവായിരിക്കും അല്ലേ ഇതിൽ വരുന്നത്? അത് ഗോൾഡ് ഒരു 4 പവൻ 4 പവൻ അല്ലേ? ഓക്കെ, അത് ഹോൾഡ് ചെയ്യുന്ന ഫ്രെയിമും ഇവിടെയും ഈ സൈഡിലേക്ക് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് സ്റ്റോൺസിന് കുറച്ചും കൂടി അല്ലേ? അല്ല, സ്റ്റോൺസിന് അത്രയും കോസ്റ്റ് ഒന്നുമില്ല. സ്റ്റോൺസിന് ക്വാണ്ടിറ്റി ഇതിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിലയിൽ ഗോൾഡിന്റെ വില ഗോൾഡിന്റെ, സ്റ്റോൺസിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വാല്യൂ. ഭയങ്കര ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് ഒന്നും അല്ലല്ലോ അല്ലേ? ഇത് കൂടുതലും കുറച്ചും കൂടി ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള സ്റ്റൈലുള്ള. ഇത് വന്നിട്ട് നേരത്തെ കണ്ടതിന്റെ തന്നെ കളക്ഷൻസ് തന്നെ അല്ലേ? ഇതും കളർഫുൾ ആയിട്ടുള്ള പരിചയപ്പെടുത്തുന്നത് ഈ പോൾക്കി സ്റ്റൈലിലുള്ള സിർക്കോൺ പോൾക്കീസ്. സിർക്കോൺ പോൾക്കീസ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മളിപ്പോ ഈ ഇതിൽ കൂടുതലും പോൾക്കി ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അൺകട്ട് ഡയമണ്ട് ആണ് റിയൽ പോൾക്കി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കണ്ട ആഭരണങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് റിയൽ അൺകട്ട് ഡയമണ്ടിലല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ കോസ്റ്റ് വൈസ് എക്കണോമിക്കലി വളരെ കുറവായിരിക്കും ഇതിന്. സാധാരണ കല്ലിൻ്റെ അതേ കോസ്റ്റിലേക്ക് വരുന്നു. പക്ഷേ അപ്പിയറൻസ് അൺകട്ട് ഡയമണ്ടിൻ്റെ ലുക്ക് തന്നെ വരുന്നുണ്ട്. റീസെയിൽ വാല്യൂവിൽ നമുക്ക് സ്റ്റോണിന്റെ പ്രൈസ് കിട്ടുന്നില്ല, പക്ഷെ അത്രയും കോസ്റ്റ് അതിന് വരുന്നുണ്ട്. അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് അതിൽ ചെയ്തിരിക്കുന്ന ഫുൾ ഡയമണ്ടിൽ ചെയ്തിരിക്കുന്നതും പോൾക്കി ഡിസൈനിൽ ചെയ്തിരിക്കുന്നതും കണ്ടാൽ നമുക്ക് സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. റിയൽ പോൾക്കിയുടെ ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ വേരിയേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോൾക്കി ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്യാം ഡയമണ്ടിലേക്ക്. ഇതിട്ടിട്ട് ആരെങ്കിലും ഇപ്പൊ ഇത് പോൾക്കി ആണോ എന്ന് ചോദിച്ചാൽ നിഷേധിക്കണ്ട, വാങ്ങുന്നവർ അറിഞ്ഞിരുന്നാൽ മതിയല്ലോ. എന്റെ ഡയമണ്ട് ഇട്ടിട്ടും പോൾക്കി ആണോ എന്ന് സംശയം ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ അല്ല, ഈ പോൾക്കി എന്ന് പറയുന്നത് റിയൽ ഡയമണ്ടിനാണ്. നമ്മൾ സിർക്കോൺ പോൾക്കി എന്ന് പറയുമ്പോഴാണ് അൺകട്ട് ഡയമണ്ട് വരുന്നത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, വിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ സ്റ്റോണിന്റെ വാല്യൂ, ഇത് ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് ആ പറയുന്നതിലാണ് അതിന്റെ വാല്യൂ ഇരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ലെയറിന്റെ എണ്ണം വെയിറ്റ് കളർ ചേഞ്ച് തന്നെ വരുന്നത് അല്ലേ നേരത്തെ കണ്ടതിന്റെ. ഇനി നെക്സ്റ്റ് വൺ, ഇതൊക്കെ അതിന്റെ ഡിസൈൻസിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പീസസ് ആണ് അല്ലേ?
ഇത് വേറൊരു ഡിസൈൻ അല്ലേ, സ്റ്റോൺ. എനിക്ക് തോന്നുന്നു ഈ ആൻറ്റി കളക്ഷൻസിൽ എല്ലാത്തിലും സ്റ്റോൺ വർക്കാണോ വരുന്നത്? ഇപ്പം നമ്മൾ കണ്ട ഒരുവിധം എല്ലാത്തിലും സ്റ്റോൺ കൂടുതലായിട്ട്. സ്റ്റോൺ നമുക്ക് ആഭരണങ്ങളുടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ല, ഇത് ഗോൾഡിൽ മാത്രം വരുന്നുണ്ട് ആൻറ്റി കളക്ഷൻസ്? അങ്ങനെ എങ്ങനെ ഗോൾഡ് മാത്രമായിട്ട് രീതിയിലുള്ള കളക്ഷൻസ്? കൂടുതലും ആന്റിക് ഡിസൈൻ ഉദ്ദേശിക്കുന്നത് വളരെ പഴയ കാലത്തെ പാറ്റേൺസിന്റെ റിപ്ലിക്കയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പഴയ കാലത്തെ ആഭരണങ്ങൾ നമ്മുടെ ചിത്രങ്ങളിലോ ഹിസ്റ്ററിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ സ്റ്റോൺസ് ഉള്ള ആഭരണങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഡിവേഴ്സണൽ ആയിട്ടുള്ള കലണ്ടർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വളരെ പഴയ കാലത്തെ ആഭരണങ്ങളിലൊക്കെ കൂടുതലും സ്റ്റോൺസ് ഉണ്ടാവും. രവിവർമ്മ പെയിന്റിങ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന ആഭരണങ്ങളിലൊക്കെ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത് കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ പാറ്റേൺസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ജ്വല്ലറി, ഇപ്പം ഭീമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭീമയിൽ എങ്ങനെയാണ് പുതിയ കളക്ഷൻസ്? അതിനൊരു സെക്ഷൻ ഉണ്ട് അല്ലേ, പുതിയ പാറ്റേൺസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡിസൈനർ വിങ് ഉണ്ട്? നമുക്ക് പുതിയ ഡിസൈൻസ് ക്രിയേഷൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അത് നമ്മളിപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ പുതിയ പാറ്റേൺസ് ഓരോ ദിവസവും ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ജനറൽ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസ് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു മീഡിയേറ്റർ മാത്രമായിട്ടല്ല ഭീമ നിൽക്കുന്നത്. ഭീമ കസ്റ്റമർക്ക് കൊടുക്കുന്ന പുതിയ ഡിസൈൻസിനുള്ള ഒരു ക്രിയേറ്റർ ആയിട്ടാണ്. രണ്ടും ഉണ്ട് മാർക്കറ്റിൽ. എവിടെ ലോകത്ത് എന്ത് തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടെങ്കിലും അതൊക്കെ കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്ന മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഡിസൈൻസ് കസ്റ്റമർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കസ്റ്റമറെ തൃപ്തിപ്പെടുത്താം. അവരുടെ പുതിയ ഇപ്പൊ യങ് ജനറേഷൻ ആണെങ്കിലും അല്ലെ, ന്യൂ ജനറേഷൻസിനെയും തൃപ്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള പുതിയ കളക്ഷൻസ് ഇങ്ങനെ അല്ല. നമുക്ക് ഇന്നോസ് ഡിസൈൻസിനുള്ള ജ്വല്ലറികളുണ്ട്. ഇപ്പോൾ ഭീമ ബുട്ടിക് എന്ന് പറയുന്ന സ്ഥാപനം ലുലു മാളിൽ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ പറഞ്ഞാൽ ക്യാൻവാസിലേക്ക് പകർത്തി തരാനായിട്ടുള്ള കലാകാരന്മാർ അവിടെ ഉണ്ട്. അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ഓർണമെന്റിന്റെ രൂപം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അത് ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ കഴിവുള്ളതാണെങ്കിൽ അത് നമുക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് പകർത്താൻ കഴിയും. പക്ഷെ അത് മാനുഫാക്ചറിങ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ആ പിക്ചറിന് സാധിക്കില്ല. അപ്പൊ അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള ചില ഡ്രോയിങ്സ് ഉണ്ട്. അത് ആ ഡിസൈനർക്കേ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാ ഷോറൂമിലും ഉണ്ടോ അങ്ങനെ? ഇല്ല, മെയിൻ ആയിട്ട് നമ്മൾ ഭീമ ബുട്ടിക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ലുലുവിലുള്ള സ്ഥാപനത്തിലാണ്.